അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ നഹ്വു ആണ് എടുക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ സിഫാത്തുൽ ഹുറൂഫുകളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതിനകത്തുണ്ട് പെണ്ണില്ല. അങ്ങനെ പേപ്പർ പേരുണ്ടോ എക്സ്ട്രാ മോനെ നിങ്ങൾ എഴുതിക്കോ, ഇവിടെ ഒന്ന് എഴുതി ബോർഡിലോട്ട് എഴുതിക്കോ. നമുക്കറിയാം, നഹ്വ് എന്ന് പറഞ്ഞാല് ഈ നഹ്വിന്റെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം വേണം നമ്മൾ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പഠിക്കണം. ബുക്കിൽ നിന്ന് കയറണ്ട മോനെ, അവിടെ എക്സ്ട്രാ പേപ്പറുകൾ ബുക്കിൽ നിന്ന് കയറണ്ട, അത് പെന്നിൽ വെച്ച് എഴുതണ്ട. ഇന്ന് നമ്മള് പഠിക്കുന്നത് ഗ്രാമർ, അറബിക് ഗ്രാമർ, അറബിക് ഗ്രാമർ. നഹ്വിൽ ധാരാളം ഗ്രന്ഥങ്ങൾ അറബിയിലുണ്ട്, ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. അതില് നിങ്ങൾ ഈ സിഫാത്തുൽ ഹുറൂഫ് പഠിക്കുന്നില്ലേ, അതിന്റെ കൂടെ വേണ്ട അതിന്റെ ആ ബുക്കിന്റെ പകുതിയിൽ ഇത് വേറെ ഒരു ബുക്കില്ലേ, അതിന്റെ മധ്യ പേജിലെ അവിടെ നിന്ന് മധ്യത്തിൽ നിന്ന് തുടങ്ങണം. ഇങ്ങനെ ബുക്കാണെങ്കിലേ ഇതിന്റെ മധ്യ പേജിൽ നിന്ന് ഇങ്ങോട്ട് തന്നെ തുടങ്ങണം, ലെഫ്റ്റിലേക്ക് തന്നെ തുടങ്ങണം. അപ്പൊ ഈ ഭാഗം നമുക്ക് തജ്വീദും ഇവിടെ ഇങ്ങോട്ട് തുടങ്ങണം. നമുക്കറിയാം, നമ്മള് ഇപ്പോ മോന്റെ പേരുന്ന പോലെ ഇങ്ങനെ ഓരോ പേര് നമ്മൾ എഴുതി കഴിഞ്ഞാല് അതൊരു വേർഡാണ്. അതൊരു വേർഡ്, ഒരു ആന്റെ പേരോ അല്ലെങ്കിൽ ബുക്കോ പെൻസിൽ എന്തെങ്കിലും എഴുതിയാൽ ഇതെന്താണ്? ഇതൊരു വേർഡാണ്. ഇനി ഗ്രീൻ കൊണ്ട് എഴുതാൻ പാടില്ല, അവിടെ ഗ്രീൻ പെൻ യൂസ് ആക്കാൻ പാടില്ല. നമ്മള് ഏത് ഇങ്ങനത്തെ ഒരു വാക്കെടുത്താലും അതൊന്നെങ്കിൽ ഒരു പേരായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇപ്പൊ മോൻ എഴുതുന്നു റൈറ്റ് അല്ലെ, റൈറ്റ് എഴുതുന്നു. ഇതൊക്കെ എന്താണ്? ഒരു റൈറ്റ് എന്ന് പറഞ്ഞ ഒരു ക്രിയയാണ്, പ്രവൃത്തിയാണ് അല്ലെ. അപ്പോൾ ബേസിക് ആയിട്ട് ഒരു കലിമത്ത് അറബിയില് കലിമ അത് കലിമ, ഒരു കലിമത്ത് ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ഇൻ 3. കലിമത്ത് എത്രയായിട്ട് തിരിച്ചിരിക്കുന്നത്? 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരു വേർഡ്, നമ്മൾ ഏതെങ്കിലും ഒരു വേർഡ് എടുത്താൽ അത് ഈ പറയുന്ന 3-ൽ 1 ആയിരിക്കും. Kalimat is classified into 3. First one is അവിടെ സീനൊക്കെ എഴുതാൻ പഠിക്കുന്നുണ്ട് തമിഴില്. ലെറ്റേഴ്സ് തജ്വീദിലാണ് വേണ്ടത്. ഇസ്മ എന്ന് പറഞ്ഞാൽ എന്താ? അല്ലെ ഗ്രാമറിൽ
നൗൺ. നൗണ് കന്നഡയിൽ എന്ത് പറയും? നാമ. അതൊക്കെ അറിയാവുന്ന നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. മാഷാ അല്ലാഹ് നിങ്ങൾ എഴുതണം. ഇത് നല്ല ക്യാപിറ്റൽ എഴുതണം. ഒരു പേജില്ലേ നിങ്ങളിത് കറക്റ്റായിട്ട് എഴുതി പഠിക്കുന്നുണ്ട്. എന്റെ ശൈലി ഇങ്ങനെ ചെറുതായിട്ട് കിട്ടത്തില്ല. ഇപ്പൊ മക്കളിങ്ങനെ എഴുതുന്ന പ്രോബ്ലം ഇല്ല. ഇവിടെ എല്ലാം എഴുതാൻ പറഞ്ഞാൽ കിട്ടാൻ പറഞ്ഞ ഞാൻ ഇവിടെ നിങ്ങോട്ട് മോനെ ബുക്കാരുതാ. അപ്പൊ ഇവിടെ നിങ്ങോട്ട് എന്റെ മധ്യ കയ്യിൽ നിങ്ങോട്ട് ഇത് വലിയ സബ്ജക്ട് കുറെ പഠിക്കാനുണ്ട്. മദ്യത്തിന്റെ പേരിൽ നിന്ന് ഇസ്മ. നെക്സ്റ്റ് ഇവിടെ വരുന്നത് അയിനാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു അയിൻ. ഇവിടെ എടുത്തില്ലേ? ഇവിടെ ഇങ്ങോട്ട് അങ്ങോട്ടല്ല ഇങ്ങോട്ട് അറബി എപ്പോഴും എന്ന് പറഞ്ഞാൽ ഇത് നൗണ്, ഇത് വെർബ്, പിന്നെ മൂന്നാമത് ഹർഫ്. ഫായാണ് സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ എഴുതാൻ കറക്റ്റായിട്ട് എഴുതാൻ. സൂറത്തുൽ ഫാത്തിഹ നോക്കിയാല് ഇത് വേർതിരിച്ചറിയാവുന്നവനെ അതിന്റെ അർത്ഥം വെക്കാൻ പറ്റും. ഈ ഇസ്മ ഫേല് ഏതാണ്, ഹർഫ് ഏതാണ്, അതിന്റെ ഒബ്ജക്റ്റ് ഇതൊക്കെ വരുന്നില്ലേ, അതൊക്കെ തിരിച്ചറിയുന്നവനെ ഫാത്തിഹയുടെ അർത്ഥം കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഞാൻ കൂടി അതൊന്ന് പറയും. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാണ്, മദ്രസയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. പക്ഷെ ഇത് നമ്മൾ പ്രാക്ടിക്കൽ ആക്കാനാണ്. എങ്ങനെയാണ് ഫാത്തിഹ എഴുതി വരുന്നത്, ഫാത്തിഹയിലെ ഇസ്മുകൾ ഏതാണ്, ഫേലുകൾ ഏതാണ്, ഹർഫുകൾ ഏതാണ്, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഡീപ്പായിട്ട് ഖുർആന്റെ അർത്ഥം നമുക്ക് പിടിക്കുന്നത്. അൽ കലിമത്ത് is classified into 3. First one ism, fi'l, harf. ഇസ്മും ഫീലും ഹർഫും മൊത്തം കലിമത്താനെ വമൂന്നാ സത്യം. ഇതൊക്കെ ഇങ്ങനെ സോങ് ഉണ്ടല്ല. ഈ മലയാള മക്കളാണെങ്കിൽ പെട്ടെന്ന് പഠിച്ചു. ഇസ്മും ഫീലും ഹർഫും മൊത്തം കണ്ട മൊത്തം എന്ന് പറഞ്ഞാൽ ആകെ. ഒന്ന് എന്റെ കൂടെ പാടി ചെറിയ മക്കള്. ചെറിയ മക്കള് ഇസ്മും ഫീലും ഹർഫും മൊത്തം കലിമത്താനെ വമൂന്നാ സത്യം. ഇനി എങ്ങനെയാണ് ഇതിന്റെ ഒരു വേർഡ് എടുത്താൽ ഇപ്പൊ നമ്മള് ഇതെഴുതിയല്ല അല്ലെ, ഇംഗ്ലീഷിൽ നമ്മൾ പറയുമ്പോ അഷ്റഫ് ഒരു ബുക്ക് റീഡായി, ഒരു ഞാൻ എഴുതല്ല, ഒരു ബുക്ക് റീഡായി. അപ്പൊ ഇവിടെ ഇംഗ്ലീഷിലെ വേർഡ് നമ്മൾ എഴുതുമ്പോൾ അറബിയിലെ വേർഡ് എഴുതുമ്പോൾ അഷ്റഫ് ബുക്ക് എന്നുള്ളത് അൽ കിതാബ്. അഷ്റഫ് അൽ കിതാബ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇത് നെയ്മാണ്, ഇത് വെർബാണ്. എന്ന് പറഞ്ഞത് ചെയ്ത പ്രവൃത്തിയാണ്. എന്ത് പ്രവൃത്തിയാണ് ചെയ്തത്? റീഡ് ആയിട്ട്. ഇത് നമ്മൾ ഈ വെർബ് അതുപോലെ ഫിഅല് ഹർഫ് നമ്മൾ തിരിച്ചറിയണം. എന്ന് പറഞ്ഞത് ഒരു എക്സാമ്പിൾ പറഞ്ഞത് അത് ഫിഅലാണ്. ഇതാണ് അറബിയില് ഫിഅല്. അയിന് അങ്ങനെ തന്നെ പറഞ്ഞതാ ഫിഅല്. അഷ്റഫ് ഇസ്മ. നമ്മളിപ്പോ ഇത് ഇസ്മോ ഫിഅൽ ഹർഫ് ഇസ്മ. പിന്നെന്താ ഖറഅ അഷ്റഫ് അൽ കിതാബ്. അത് ഒബ്ജക്റ്റ് ആയിട്ട് വരും. അത് നമ്മൾ പഠിച്ചിട്ടില്ല, അതിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇവിടെ ബേസിക് ആയിട്ട് എന്താണ് ഉള്ളത്? പ്രധാനമായിട്ടും ഈ ഇസ്മും ഫിഅലും ഹർഫും ഇതിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ അഷ്റഫ് എന്ന് പറയുന്ന വാക്ക്, അഷ്റഫ് അവിടെ എന്താണ്?
ഇപ്പൊ നമ്മള് ബിലാലു ലൊമ്പത്തിട്ട് പറയും. എന്തുകൊണ്ടാണ് ലൊമ്പ് വരുന്നത്? എന്തുകൊണ്ട് ബിലാൽ ലീ പറയാൻ പാടില്ല? എന്തുകൊണ്ട് ബിലാൽ എന്ന് പറയാൻ പാടില്ല? അപ്പൊ അറബിയില് ഈ ഒരു ഇസ്മ നമ്മളിങ്ങനെ എഴുതി കഴിഞ്ഞാല് അതിന്റെ ലാസ്റ്റ് ലെറ്റർ, അവസാന ലെറ്റർ ചേഞ്ച് ആവും. അങ്ങനെയാണ് നമ്മള് ഒരു വാക്ക് എഴുതി കഴിഞ്ഞാല് അതിന്റെ അവസാന ലെറ്റർ ചേഞ്ച് ആവും. ഏതുപോലെ ഇപ്പൊ നമ്മൾ ബി, ഇവിടെ ബി ചേർത്തത് കൊണ്ടാണ് ഇവിടെ മീ വരുന്നത്. ഇവിടെ എന്ത് വന്നത്? കസ്റ. ബിസ്മി എന്ന് പറയാൻ കാരണം എന്താ? ഈ ബി ഇവിടെ വന്നതുകൊണ്ടാണ്. ഏതുപോലെ ഇവിടെ മിന്നാണ് കാണുന്നത്. ഇവിടെ എന്ത് വേണാണ്? മിൻ. ജോയിന്റ് ആക്കി വായിക്കുമ്പോൾ നമ്മൾ ഈ എഴുതുന്നതിന് 10 ഇടത്തില്ല, അങ്ങനെ വായിച്ചു പോകും. ഇത് ജോയിന്റ് ആക്കുമ്പോൾ മിനൽ ബൈ തൂ എന്നല്ല വരുന്നത്, മിനൽ ബൈ തി. എന്തുകൊണ്ടാ? അത് ഈ മിൻ എന്ന് പറഞ്ഞ സംഭവം ഇവിടെ വന്നതുകൊണ്ട്. ഇങ്ങനെയുള്ള സംഭവത്തിനാണ് എന്തെന്ന് പറയുന്നത്? ഹർഫ്. എന്താണ് ഹർഫ്? അപ്പൊ നിങ്ങൾ ഇസ്മ എന്താണ്, ഫിഅൽ എന്താണ്, ഹർഫ് എന്താണെന്ന് മനസ്സിലായി. 2-3 ദിവസം ഇതിന്റെ വിഷയങ്ങൾ പറയുമ്പോൾ മനസ്സിലായി. ഇത് ക്ലിയർ ആയിട്ട് വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ. അപ്പൊ ഈ അറബി നമ്മൾ സാധാരണ ഫ്രം പ്രൊപ്പോസിഷൻസിലെ പ്രൊപ്പോസിഷൻസ് വിചാരിച്ച പ്രൊപ്പോസിഷൻ എന്ന് പറയാ. പ്രൊപ്പോസിഷൻസ് പറഞ്ഞില്ല ഈ ഇംഗ്ലീഷിലെ പ്രൊപ്പോസിഷൻ ഗ്രാമർ എന്താണ്? Preposition is a word to show that the relation between noun and pronoun. Noun and pronoun തമ്മിലുള്ള വേർഡ് കാണിക്കാനുള്ളതാണ് preposition. By, since, for ഇതൊക്കെ prepositionൽ പെട്ടതാണ്. ഇങ്ങനെയുള്ള സാധനത്തിനാണ് അറബിയിൽ എന്തെന്ന് പറയുന്നത്? ഹർഫ്. എന്താണ് ഹർഫ്? ഇവിടെ മെയിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഫ്രം. അതിന്റെ അർത്ഥം എന്താ? ഫ്രം. ഇല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നമ്മുടെ ഇംഗ്ലീഷിലെ ഇതില്ലേ ടു. ലീ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇങ്ങനെയുള്ള മീനിങ് ഒക്കെ അത് നമുക്ക് പഠിക്കുന്നത് ഡീറ്റെയിൽ ഇത് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ 3 കാര്യങ്ങളാണ് പഠിച്ചത്. A word is classified into 3. ഏതാണ്? നൗൺ, വെർബ്, പാർട്ടിക്കിൾസ്. ഇംഗ്ലീഷിൽ പറയുന്ന പാർട്ടിക്കിൾ. ഇസ്മ, ഫിഅല്, ഹർഫ്. ഏതൊക്കെയാണ്? ഇസ്മ, ഫിഅല്, ഹർഫ്. അതില് ഇനി നിങ്ങൾ ഫാത്തിഹയിൽ നോക്കിയിട്ട് അതിന്റെ ഇസ്മുകൾ ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിലത്തെ വെർബുകൾ ഏതാ കുറെ ഇങ്ങനെ പഠിപ്പിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇയാക്കന അസ്തൈൻ എന്ന് പറയുമ്പോൾ ആ വേർഡ് സാധാരണ ഭാഷയിൽ നോക്കിയാൽ നമ്മുടെ ഉള്ളി എന്നുള്ള അർത്ഥം വരുന്നില്ല. എന്ത് വരുന്നില്ല? നിന്നോട് മാത്രം എന്നുള്ള അർത്ഥം വരുന്നില്ല. എങ്ങനെയാ വരുന്നത്? നഹു അനുസരിച്ചാണ് ഇത് വരുന്നത്. പക്ഷേ നമ്മുടെ സമസ്തക്കാര് ഇത്രയും ഗ്രാമർ ഇതെല്ലാം പഠിച്ചിട്ട് അവര് നിന്നോട് മാത്രം എന്നത് പറയുന്നത്. നിന്നെ ആരാധിക്കുന്നത്, നിന്നോട് പ്രാർത്ഥിക്കുന്നു. മാത്രം പറഞ്ഞാൽ എന്തായിപ്പോ? തൗഹീദായിപ്പോ. അതുകൊണ്ട് പരിഭാഷ എടുത്തിട്ട് അവരത് മടക്കി മാറ്റി വെച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് പഠിക്കണം എന്ന് പറഞ്ഞാല് ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ട് എന്നിട്ട് നമ്മൾ ഫാത്തിഹയുടെ അർത്ഥം പഠിക്കണം. അല്ലെങ്കിൽ ഈ ആൾക്കാർക്ക് ഇപ്പൊ നമ്മൾ ഇതാക്കണേ വെറും പരിഭാഷ. നമ്മുടെ ജീവിതത്തില് നിങ്ങൾ എന്ത് പഠിച്ചെന്ന് ചോദിച്ചാലും തൗഹീദിന്റെ ആൾക്കാർ എന്ത് പഠിച്ചെന്ന് പറഞ്ഞാല് ഞങ്ങൾ അൽഫിയ പഠിച്ചു, അല്ലെങ്കിൽ നഹ്വുൽ വാദി പഠിച്ചു. അതുപോലെയുള്ള ഗ്രാമർ ഗ്രന്ഥം പഠിക്കണമെങ്കിൽ അതിന്റെ ബേസ് ആണ്. ഏത് ഗ്രാമർ ഗ്രന്ഥത്തിന്റെ ബേസ് ആണിത്? 3 കാര്യമാണ് പറഞ്ഞത്. ഒരു കലിമത്തിനെ 3 ആയിട്ട് ഡിവൈഡ് ആകുന്നുണ്ട്. ഇസ്മ, ഫിഅല്, ഹർഫ്. അല്ലെ? പിന്നെ ഇസ്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ പേര് തന്നെ ഓർത്തിരുന്നാൽ മതി. ഫിഅലിന് എന്താണ്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി. നമ്മൾ ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ അത്, എഴുതുകയാണെങ്കിൽ ഏതാണ്, കഴിക്കുകയാണെങ്കിൽ അതൊക്കെ ഫിഅലാണ്. പിന്നെ അതിനോട് കണക്ട് ചെയ്യുന്നു. എവിടെ കഴിഞ്ഞു, എങ്ങനെ പോകുന്നു, അല്ലെ? ഫ്രം ആണോ, മദ്രസയിലേക്ക്, അതാണ് എന്തിന് വരുന്നത്? ഹർഫിൽ വരുന്നത്. ഇത്രയും വിഷയമാണ് ഇന്ന് പഠിച്ചത്. നമ്മുടെ ഒരു നല്ല നിയ്യത്ത്, നഹ്വു പഠിച്ചിട്ട്, ഗ്രാമർ പഠിച്ചിട്ട്, തജ്വീദ് പഠിച്ചിട്ട് ഖുർആൻ ഓതുകയും അത് ജീവിതത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വിശ്വാസികൾ നമ്മൾ ഉൾപ്പെടണം. നമ്മള് ഡിസംബറോ അല്ലെങ്കിൽ ജനുവരിയിൽ നമ്മുടെ മക്കളുടെ ഒരു പ്രോഗ്രാം നടത്തണം. അത് നടത്തുമ്പോൾ നിങ്ങളുണ്ടല്ല,
നിങ്ങൾ ചെറുപ്പക്കാരെ ഖുർആൻ ഓതാം. അപ്പൊ നിങ്ങൾ ഓതന കാണുമ്പോഴാണ് നാട്ടുകാർ കാര്യങ്ങൾ പഠിക്കും. അൽഹംദുലില്ലാഹ് അല്ലാഹു അതിന് സഹായിക്കും. ചെറുപ്പക്കാര് നിങ്ങൾ എവിടെയും ഖുർആൻ ഓതി കണ്ടിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് വരണം. ഖുർആൻ ഓതന എന്നപോലെ ഉസ്താദുമാരുടെ ഇതായിട്ട് മാറ്റി വെച്ചിരിക്കുകയില്ല. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പള്ളിയുടെ പ്രസിഡന്റ് അവർ രണ്ടു വാക്ക് സംസാരിക്കും. അതൊക്കെയാണ് നമ്മുടെ ദീനിന്റെ പ്രബോധനത്തിന് ആവശ്യം. അങ്ങനെയുള്ള ഇതിലേക്ക് നമ്മൾ പഠിക്കും. നിങ്ങൾ നിങ്ങളുടെ പേര് പിടിച്ചിട്ട് നൗഷാദ്, നിങ്ങൾ രണ്ട് ഖുർആൻ പാരായണം എന്ത് കൂലി അത് മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ ആവും. അല്ലെ ഉസ്താദുമാരിൽ നിന്ന് മാത്രം ഇങ്ങനെ ഒരു പുറത്തുനിന്ന് ആൾക്കാർ വന്ന് അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ പഠിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് പാരായണം ചെയ്യുകയും ചെയ്യണം. ഒരു സുഹൃത്തിനെ പറ്റി നിങ്ങൾ മീനിങ് വെക്കുകയും ചെയ്യണം. ഇൻഷാ അല്ലാഹ് അതുപോലെ അല്ലാഹു സഹായിക്കും. നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കണം. നമ്മളെ നല്ല കാര്യങ്ങളെല്ലാം പൂർത്തിവെച്ച് തരുമാറാകട്ടെ. നമ്മളിൽ നിന്ന് രോഗങ്ങളോട് കഷ്ടപ്പെടുന്ന പ്രത്യേകിച്ച് നമ്മൾ 2 പേര് ഈ ഐസിയിലുള്ള വിഷയങ്ങളും ഓപ്പറേഷന്റെ കാര്യം പറഞ്ഞാൽ ദുആ ചെയ്യാൻ വേണ്ടി അല്ലാഹു അവർക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.